നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന് കനത്ത പരാജയം നേരിടുന്നുവോ? ഇറാൻ യുദ്ധത്തിൽ സമ്പൂർണ്ണമായി കീഴടങ്ങാൻ പോകുന്നുവോ? ഇത്തരത്തിലുള്ള ചില വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ തർക്കവിഷയം ഹോർമൂസിനെ ചൊല്ലിയും ആണവായുധത്തെ ചൊല്ലിയുമാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണെന്നും അതുവഴി കടന്നുപോകാൻ ആർക്കും ആരുടെയും അനുവാദം വേണ്ടെന്നും അവിടെ ഇറാൻ്റെ അനുവാദം വേണമെന്നും ഇറാന് കപ്പം കൊടുക്കണമെന്നുമാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കണം എന്നാണ് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇറാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് ഇറാൻ്റെ ഭാഗമാണെന്നും അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ്റെ അനുമതി വേണമെന്നും ഇറാന് ഈ കപ്പൽ കടന്നു പോകുമ്പോൾ അതിന്മേൽ ഫീസ് ചുമത്താൻ അധികാരമുണ്ട് എന്നുമൊക്കെയാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ അല്ലാതെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കും എന്നും ഇറാൻ പറഞ്ഞിരുന്നു. വാണിജ്യ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കുന്നതിനെതിരെ വിവിധ രാജ്യങ്ങൾ അതിശക്തമായി തന്നെ നിലപാടെടുത്തിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് അത്തരത്തിലുള്ള അതിശക്തമായ നിലപാട് എടുത്തിരുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതാണ്ട് ദിനം പ്രതി 300-ലധികം ചരക്ക് കപ്പലുകൾ കടന്നുപോയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് 30ആയി കുറഞ്ഞിരിക്കുന്നു. രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ ചാർജ് ചെയ്യാനും ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാനുമുള്ള ഇറാൻ്റെ ആ തീരുമാനം അത് മണ്ടത്തരമാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 300-ലധികം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 30 കപ്പലുകൾ മാത്രമാണ് പ്രതിദിനം കടന്നുപോകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിന് ബദൽ പാത രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇറാൻ കടുംപിടുത്തം തുടരുകയാണ്. പക്ഷേ അമേരിക്ക അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ വൻ നാവികസേനാ വിന്യാസം നടത്തിയിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ തർക്ക വിഷയം എന്ന് പറയുന്നത് ആണവായുധങ്ങളാണ്. ഇറാൻ്റെ പക്കൽ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമുണ്ട്. അത് 90%-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണവായുധം നിർമ്മിക്കാൻ കഴിയും. ഇറാൻ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ആദ്യം അത് പ്രയോഗിക്കുക പ്രകോപനങ്ങളൊന്നും കൂടാതെ തന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെയാണ് എന്ന് വ്യക്തമാണ്. കാരണം ഇറാൻ ഇപ്പോൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെ ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ വധിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും സംയുക്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ട്രംപിനെ വധിക്കുമെന്നും പ്രതികാരം ചെയ്യുമെന്നുമൊക്കെയുള്ള പോസ്റ്ററുകളും പിടിച്ച് അല്ലെങ്കിൽ പ്ലക്കാർഡുകളും പിടിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ ആണവായുധം അത് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ്. പക്ഷേ ആണവായുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള കനത്ത ആക്രമണം അമേരിക്ക ഈ അടുത്ത കാലത്ത് നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും ചില പ്രഖ്യാപനങ്ങൾ പുറത്തു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന അമേരിക്കയിൽ നടന്ന ഒരു റാലിക്കിടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമായിരിക്കുന്നുവെന്നും ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അമേരിക്കൻ ടെറിട്ടറിയാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ആണവായുധം ഒരു കാരണവശാലും ഇറാൻ ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചു, ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നടന്നിരിക്കുന്നു എന്നാണ് റാലിയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് തീർച്ചയായും ഇറാൻ കീഴടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഇറാന് അങ്ങേയറ്റത്തെ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് പറയുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് അത് ഞങ്ങളുടെ ടെറിട്ടറിയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാൻ്റെ ടെറിട്ടറി അല്ല എന്ന് പറയുമ്പോഴും അമേരിക്കയുടെയും ടെറിട്ടറി അല്ല എന്നായിരുന്നു നിലപാട്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് അമേരിക്കൻ ടെറിട്ടറിയാണ് എന്നാണ്. മാത്രമല്ല ആണവായുധം ഒരു കാരണവശാലും ഒരു കാലത്തും ഇറാൻ നിർമ്മിക്കാൻ പോകുന്നില്ല എന്ന് അമേരിക്ക ഉറപ്പു പറയുകയും ചെയ്യുന്നു. ഇത് സത്യത്തിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാൻ്റെ ശേഷിയെ അമേരിക്ക ഒന്നുകിൽ തച്ച് തകർത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന യുറേനിയം അമേരിക്ക എടുത്ത് നശിപ്പിച്ചത് കൊണ്ടാകാം. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഹോർമൂസിലാണ്. ഹോർമൂസിൽ ഈ ചാർജ് ചെയ്യുന്നത് സംബന്ധിച്ച വലിയ വലിയ നിയമനിർമ്മാണങ്ങളടക്കം നടത്താൻ പോവുകയാണ് തങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല, ഹോർമൂസ് പൂർണ്ണമായും തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10,000-കണക്കിന് സൈനികരും അതുപോലെ തന്നെ 100 കണക്കിന് യുദ്ധവിമാനങ്ങളും ഡസൻ കണക്കിന് പടക്കപ്പലുകളുമെല്ലാം അവിടെയുണ്ട് എന്നും
ഹോർമൂസിൽ ഇല അനങ്ങുന്നത് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് എന്നുമാണ് ഇപ്പോൾ അമേരിക്കയും അവകാശപ്പെടുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ എന്താണ് നടക്കുക എന്നത് ഇപ്പോഴും പ്രവചനാതീതമാണ്. പക്ഷേ ഇറാൻ്റെ ശക്തി ക്ഷയിച്ചു എന്ന് സൂചിപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത്.